ചോറ്റാനിക്കരയിലെ തുപ്പൻ. ഇതിനാണോ നീ ഇത്രയും ബഹളം ഉണ്ടാക്കിയത്? രാമാ, എന്താ തമ്പുരാനെ, എന്തിനാണാവോ വിളിച്ചത്? ഒരതിഥി വരുന്നുണ്ട് ഇങ്ങോട്ട്. വരുമ്പോ എന്നെ അറിയിക്കുക. നാം അകത്തുണ്ടാവും. ശരി തമ്പുരാനെ. ആ, പിന്നെ പടിപ്പുരവാതല് അടയ്ക്കണ്ട. ഇല്ല തമ്പുരാനെ. അതിഥി വന്നു കഴിഞ്ഞാ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുവരിക. ആരാണാവോ അതിഥി? താൻ ചിലപ്പോ അറിയും. ചോറ്റാനിക്കര ക്ഷേത്രത്തിലെ കീഴ്ശാന്തിക്കാരൻ തുപ്പൻ നമ്പൂതിരി. ഇതാണ് ഇല്ലം. ശാന്ത വരൂ, ഇതവിടെ ഏൽപ്പിച്ച് നമുക്ക് ഉടനെ പോകാം. ഞാൻ വരണില്ല, ഗുപ്തൻ തിരുമേനി കൊടുത്തിട്ട് വരൂ. അതെന്താ? പരമ സാത്വികനാ പരമേശ്വരൻ നമ്പൂതിരിപ്പാട്. ഗോവിന്ദൻ നമ്പീശന്റെ മകളാ ശാന്ത എന്ന് പറഞ്ഞ അതിനെന്താ ഒരു തരക്കേട്? കഥകളി കാണാൻ എന്നോടൊപ്പം പോന്നാണെന്ന് പറഞ്ഞ എന്താ ഒരു കുഴപ്പം? വേണ്ട, ഈ സന്ധ്യ കഴിഞ്ഞ നേരത്ത് ഒരു പെൺകിടാവ് അങ്ങോട്ട് ചെല്ലണത് അദ്ദേഹത്തിന് ഇഷ്ടാവില്ല. ഹായ്, എന്റെ കൂടെയല്ലേ വരണത്, തനിച്ചല്ലോ. എന്നാലും വേണ്ട ഗുപ്തൻ തിരുമേനി. തിരുമേനി ഇത് കൊണ്ടുവന്ന് കൊടുത്തിട്ട് വരൂ, ഞാനിവിടെ കാത്തു നിന്നോളാം. അങ്ങനെയാണ് ശാന്തയുടെ ഇഷ്ടം വെച്ചാ അങ്ങനെയാണ്. എന്നോട് ഇഷ്ടമുള്ള ഒരാള് അവരുടെ മറ്റൊരു ഇഷ്ടം പറയുമ്പോ അനുസരിക്കണ്ടേ ഞാൻ? വേഗം വരണേ, ഞാനിവിടെ തനിച്ചാണ് നിൽക്കുന്നതെന്ന് മറക്കരുത്. എന്താ ശാന്ത ഈ പറയണേ? ശാന്തയെ ഞാൻ മറക്കേ? ഞാൻ പോയാലും എന്റെ മനസ്സ് മുഴുവൻ ശാന്തയുടെ അടുത്താ. എന്റെയും. ഒരു കണക്കിന് ഇല്ലത്തെ തിരുമേനി ശാന്തയെ കാണാതിരിക്കുന്നതാ നല്ലത്. അദ്ദേഹം തെറ്റിദ്ധരിച്ചാലോ? ഞാനിപ്പോ വരാം. തിരുമേനി, തിരുമേനി, ഗുരുനാഥൻ പരമേശ്വരൻ നമ്പൂതിരിപ്പാടില്ലേ? അകത്തുണ്ട്. ഒരതിഥി വരുമെന്ന് പറഞ്ഞിരുന്നു. അങ്ങാണാവോ? എല്ലാ കാര്യങ്ങളും മുൻകൂട്ടി മനസ്സിലാക്കാൻ കഴിവുണ്ടല്ലോ അദ്ദേഹത്തിന്. ചോറ്റാനിക്കരയിന്ന് തുപ്പൻ അല്ല ഗുപ്തൻ നമ്പൂതിരി വന്നിരിക്കുന്നു എന്ന് പറയാം. ശരി, പറയാം. വന്നാൽ അകത്തേക്ക് കയറിയിരിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു തിരുമേനി. അതും മുൻകൂട്ടി കണ്ടുവോ തിരുമേനി? അല്ല, അല്പം തിടുക്കണ്ടേ, അദ്ദേഹത്തിന് വിളിക്കുക. അകത്തേക്ക് വരാം. കൊടുത്തിട്ട് വരാം. ഹൈ, വരണില്ലേ? വരണു. വരിക വരിക. ഇരിക്കുക. നോം തിരുമേനിയെ വിളിക്കാം. ആരായത്? തുപ്പൻ? അതെ, ഗുപ്തൻ. ഇതിവിടെ ഗുരുനാഥന്റെ അടുത്ത് ഏൽപ്പിക്കാൻ പറഞ്ഞു, അവിടത്തെ മേൽശാന്തി. നന്നായി. കഴിഞ്ഞ തവണ ചോറ്റാനിക്കര വന്നപ്പോ അവിടുത്തെ മേൽശാന്തിയെ ഏൽപ്പിച്ചതാ. മാധവൻ നമ്പൂതിരി അത് ഓർമ്മിച്ച് കൊടുത്തയച്ചത് നന്നായി. ഇതിവിടെ ഒരു അത്യാവശ്യമാണ് താനും. എന്നാ ഞാനങ്ങോട്ട്. ഹൈ, എന്താ ഇത്ര ധൃതി?
കുറച്ചധികം വഴി നടന്നു വരികയല്ലേ? കുളിച്ച് ആഹാരം കഴിച്ച് വിശ്രമിച്ച് നാളെ പോയപ്പോരെ? അല്ല, അത് പറ്റില്ല, ഉടനെ പോണം. കഥകളി ഉണ്ടേ. ഹായ്, കഥകളി ശരിയാണ്. പക്ഷേ ഇനി 2 നാഴി കഴിയും കളി തുടങ്ങാൻ. കുളിച്ച് എന്തെങ്കിലും കഴിച്ചിട്ടാവാം. അത്താഴപ്പെട്ടി കിടക്കുന്ന എന്തിനാ? പുലരും വരെയുണ്ട് കളി. അത് വേണ്ട, അവിടെ ചെന്ന് എന്തേലും കഴിച്ചോളാം, അതാ നല്ലത്. ഹായ്, എന്താ തുപ്പനൊരു വെപ്രാളം? ഏയ്, കുറച്ചേരം അവിടെ ഇരിക്കുക. ഇരിക്കുന്നില്ല, വേഗം പോണം. എന്താ തുപ്പ ഇടയ്ക്കിടയ്ക്ക് പുറത്തേക്ക് നോക്കണേ? ആരെങ്കിലും ഉണ്ടോ അവിടെ? ഏയ്, ഞാനെന്തിനാ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് നോക്കുന്നേ? ആരും ഇല്ലല്ലോ. ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ അവിടെ? ആരോ ഉണ്ടവിടെ. എന്തേ ആൾ ഇങ്ങോട്ട് വരാത്തെ? അല്ല, അത് പിന്നെ ആ. ഇങ്ങോട്ട് വന്ന ഇറങ്ങാൻ വൈകുമെന്ന് കരുതി അവിടെ നിന്നു. അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. ആരാ അത്? അല്ല, അത് നമ്മുടെ ഗോവിന്ദൻ നമ്പീശനില്ലേ? ഗോവിന്ദൻ നമ്പീശൻ. ആ, ചോറ്റാനിക്കരയിലെ ഗോവിന്ദൻ നമ്പീശനോ? അതെ. അയാളാണോ തുപ്പന്റെ കൂടെ വന്നത്? അയാളല്ല, ആ. അയാളുടെ മകള് ശാന്ത. ഐ, എന്താ തുപ്പ ഇത്? രാത്രി നേരത്തെ ഒരു പെൺകിടാവിനെ പടുപ്പുരയ്ക്ക് പുറത്തു നിർത്തി പോകുന്നത് ഒട്ടും ശരിയായില്ല. വരണില്ല എന്ന് പറഞ്ഞു അവള്. അത് തന്നെ. ഏയ്, അത് പറ്റില്ല. ഞാൻ തന്നെ പോയിട്ട് അവളെ കൂട്ടിക്കൊണ്ടുവരാം. അല്ല, അല്ല, അത് അല്ല തിരുമേനി, അത് വേണ്ട. അതെ, വേണ്ട. ഓഹോ, ഗവിളി സൂചിപ്പിച്ചത് ഇതായിരുന്നോ? കേമായി. അതാരാണെന്നാ പറഞ്ഞത് തുപ്പൻ? ശാന്ത, ഗോവിന്ദൻ നമ്പീശന്റെ മോള് ശാന്ത. ഉവ്വേ, നല്ല ആളെയാ തുപ്പൻ കൂടെ കൊണ്ട് കിടക്കണേ. ശാന്തയാണത്രേ, ശാന്ത സ്വരൂപിണി. ഐ, എന്താ ഗുരുനാഥ അങ്ങനെ പറഞ്ഞ്? ഹൈ തുപ്പ, അത് ശാന്തയൊന്നും അല്ല. കുറച്ച് നേരത്തെ തന്നെ എനിക്ക് സൂചന കിട്ടിയതാ, കുറച്ച് ശക്തിയുള്ള ആളാണെന്ന്. അപ്പൊ ഇതാണല്ലേ? അല്ല, മനസ്സിലാകുന്നില്ല. മനസ്സിലാക്കി തരാം. ദാ, നമ്മെ തൊട്ടുകൊണ്ട് ഒന്ന് അങ്ങോട്ട് നോക്കിക്കോളാ. തൊട്ടോളൂ. ആ, തൊട്ടോളൂ.